ഇന്നെൻ്റെ മുത്തുമണികളുടെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ ഇരട്ടക്കുട്ടികൾ. ആ ഫോട്ടോ ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ. അപ്പോൾ അവർക്കൊരു ഏട്ടനും കൂടിയുണ്ട്. ഓന് ജോലിയെല്ലാം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു 1.5 വർഷം ജോലിയിൽ കയറിയിട്ട് അങ്ങനെ ഇതാ പിറന്നാളല്ലേ, അത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഏറ്റവും ഇഷ്ടം നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കുറച്ച് എടുത്തിട്ട് പൊരിച്ചു കൊടുത്താൽ അതും ഇഷ്ടമാണ്. ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നെയ്യെല്ലാം ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കെല്ലാം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. അരി വറുക്കാണ്ട് ഇങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കല്. പിന്നെ അതെല്ലാം വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരി എടുത്തതിന് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി ഇട്ട് കൊടുക്കൽ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചു. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഒരുക്കത്തിലാണ് എടുത്തത്. അപ്പോൾ ഇതാ ഞാനിന്ന് തേങ്ങ വറുക്കാണ്ട് മല്ലി മുളക് പൊടിയും കൂടിയിട്ട് മുഴുവൻ മല്ലിയാന്ന് വറുത്തിട്ട് അരച്ചെടുത്തിട്ടില്ല ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല നാടൻ ചിക്കൻ കറിയുടെ ഒരു മണം അടിക്കും നമുക്ക്, നല്ല ടേസ്റ്റുമാണ്. മുഴുവൻ മല്ലി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരു മൂത്തൊരു മണം വരൂലേ, അന്നേരം നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഇട്ട് കൊടുക്കേ, വറ്റൽ മുളകില്ലേ. പക്ഷേ ഞാനിവിടെ അതിടുന്നില്ല. അതിന് പകരം ആ മല്ലി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനെ മാറ്റിയിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. മക്കളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. മക്കൾ ട്യൂഷൻ്റെ ക്ലാസ്സിന് പോയിട്ടില്ലേ, മാത്സ് ട്യൂഷന് പോകുന്നുണ്ട്. അവർ എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും. അപ്പോൾ അവൻ അച്ഛൻ കൊണ്ടാക്കിയിട്ട് കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ 12:30 വരെ ഉള്ളൂ. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെയും കൂട്ടി വരുമ്പോൾ കേക്കെല്ലാം വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. കേക്ക് അങ്ങനെ വാങ്ങലില്ല, അതിന് ഒരാൾക്ക് ശ്വാസം മുട്ടല് കാരണം. പക്ഷേങ്കിൽ കുറേ ആയി അങ്ങനെ പറഞ്ഞ് വാങ്ങാത്തത്. അത് കാരണം ഇന്നവർ അങ്ങനെ പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല്ലി മുളകെല്ലാം വറുത്തിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ആ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സിർക്കയിൽ ഒരു ചെറിയൊരു തുള്ളി ഒഴിച്ച് കൊടുത്തതിന് കേട്ടോ. അരി തമ്മിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഞാൻ പിഴിഞ്ഞ് കൊടുക്കലുണ്ട്. അരിയെല്ലാം കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് കഴുകിയിട്ട് അരിനെ നല്ലപോലെ ഒന്ന് ഇളക്കി പൊടിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വെക്കാം. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ച്, ഞാനിത് അടുപ്പിലാണ് ഉണ്ടാക്കല് കേട്ടോ. മറ്റേ ചട്ടിയിൽ, മൺചട്ടിയിൽ അതിലുണ്ടാക്കിയാൽ ഒന്നും കൂടി രുചി കൂടും ഇതേപോലെ ഉണ്ടാക്കിയാൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടേ അന്നത്തെ വീഡിയോയിൽ വിറകിൻ്റെ പ്രശ്നം കാരണം കത്താത്ത പ്രശ്നം, വിറകുണ്ട് കത്തുന്നില്ല, അത് കാരണം ആണ് ഞാനിപ്പോൾ ഇതിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം മൂത്താകുമ്പോൾ നമുക്ക് ഉള്ളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വർഷങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല അല്ലേ. എത്ര ചെറുതായിട്ടുണ്ടായിരുന്ന മക്കളാണ്. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലായി, കുറച്ച് വലിയ കുട്ടികളായില്ലേ. അപ്പോൾ നമുക്ക് ആ ചെറുതിൽ തോന്നും കുറച്ച് വലുതായി കിട്ടിയില്ലെങ്കിലെന്ന്, വലിയതാകുമ്പോൾ തോന്നും ചെറിയ പ്രായം തന്നെ മതിയായിരുന്നു എന്ന്. അതങ്ങനെ എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ വറ്റിയാകുമ്പോൾ ഞാൻ അതിലേക്ക്
ക്യാരറ്റ് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അന്നേരം ആ ചോറിന് വെള്ള കളർ ചോറിന് ആ ഒരു ഇടയ്ക്ക് ആ ഒരു ഓറഞ്ച് കളറ് ഇതിൻ്റെ ഇതുണ്ടാകുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ 2 തക്കാളി എടുത്തിട്ട് ചെറിയ 2 തക്കാളിയാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം തിരക്കിട്ട് ചടപടാ ചെയ്യുന്നുണ്ട് അവർ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ എല്ലാം മസാലയെല്ലാം പുരട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഇതാ ആ മല്ലിയും മുളക് പൊടിയെല്ലാം ഞാൻ ചേർത്ത് അരച്ചത് ഇതാ ആ വഴറ്റിയെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആക്കിയതാണ്, അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. നമുക്ക് ആ നാടൻ കോഴിക്കറിയിൽ നാടൻ കോഴിയില്ലേ അത് വേണമെന്നില്ല, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് വരില്ല കേട്ടോ. ഇത് ശരിക്കും നാടൻ കോഴിയല്ല, പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു രുചിയാണ് ഈ മുഴുവൻ മല്ലി അരച്ചിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുക. പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ചെറുങ്ങനെ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് പുരട്ടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക്. അപ്പോഴേക്കും ഇതാ എൻ്റെ നെയ്ച്ചോറെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമുക്കൊന്ന് നെയ്യും കുറച്ച് ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് നമ്മൾ സൺഫ്ലവർ ഓയിലില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തതിന് അതിലേക്കൊന്ന് വഴറ്റിയിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ഉള്ളി അധികം ആ ചോറിൽ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്ടമല്ല, അത് മക്കൾക്കൊന്നും. അത് കാരണം ഞാൻ ഒറ്റൊരു ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കൽ. ഇതിൽ വെള്ളം കുറച്ച് കുറവുണ്ടോ സംശയം. നെയ്ച്ചോറാകുമ്പോൾ നമുക്ക് കുറച്ച് കറിയെല്ലാം ഒഴിച്ച് കൂട്ടണ്ടേ, അത് കാരണം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ആ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വന്നതിലും അതിലേക്ക് ഇടുക. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് അങ്ങനെ എൻ്റെ സൂപ്പർ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ നെയ്ച്ചോറും ചിക്കൻ കറിയാകുമ്പോൾ. നമുക്ക് മറ്റേ സദ്യയൊന്നും ഞാൻ ആക്കാത്തത് മക്കൾക്ക് അങ്ങനെ കൂട്ടുകറി അവിയൽ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. വെറും സാമ്പാറോ പുളിശ്ശേരിയോ അങ്ങനെ ഇങ്ങനെ ചിക്കൻ കറിയെല്ലാം നേരമാണ് ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് മറ്റേ കറിയെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോൾ ഇത് നെയ്ച്ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കൂലല്ലോ. പിന്നെ ഇതാ എൻ്റെ ചിക്കൻ കറിയിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാനൊന്ന് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിന്, വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയാണ്. എന്നിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇത് ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ട് അതിലേക്ക് തൈര് വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ തിരുമ്പ് കൈകൊണ്ട് ഇങ്ങനെ ഞെരടുമ്പം തന്നെ ഭയങ്കര ഒരു മണടിക്കുമല്ലോ, നല്ല ടേസ്റ്റിൻ്റെ ആ ഒരു മണം. അപ്പോൾ നല്ല സലാഡും ആയിട്ടുണ്ട്. ഇനി പപ്പടം ഉണ്ടായിനി, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ അന്നെടുത്തതിൻ്റെ ബാക്കി പപ്പടം ഉണ്ടായിനി, അപ്പോൾ ആ പപ്പടം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തണുത്തിന് കേട്ടോ കുറച്ച്, അതാണ് ഇത് പൊന്തി വരാത്തത്. പക്ഷേ ലാസ്റ്റ് ഉണ്ടാക്കിയ 2 നല്ലപോലെ പൊന്തിയിട്ടുണ്ടായിനി. ഇനി അവർ കേക്കും മേടിച്ചിട്ട് ഇപ്പിങ്ങെത്തും. അപ്പം നമുക്കതും കൂടി മുറിക്കണം, പിന്നെ ചിക്കൻ വറുക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം. അച്ഛൻ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ പപ്പടെല്ലാം ചുട്ടെടുത്ത് അതും റെഡിയായി. ഇതാ അവരിങ്ങെത്തിയ. അപ്പോൾ ഇതാ ചെറിയൊരു കേക്കാണ് വാങ്ങിയതിന്, അധികം വലിയത് വാങ്ങി അതിനനുസരിച്ചിട്ട് തിന്നുമല്ലോ, അപ്പോൾ ശ്വാസം മുട്ടും കഫക്കെട്ടെല്ലാം ആവുന്നതുകൊണ്ട് ചെറിയൊരു കേക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഒന്നും അല്ലാത്തത് വാങ്ങിക്കൊണ്ടുവന്നെയാണ്. അങ്ങനെ അതും മുറിച്ചിട്ട് അവരെ കാണിക്കാൻ മടിയുള്ളതുകൊണ്ട് അവർ കാണിക്കാത്തത്, അങ്ങനെ അതും മുറിച്ചിട്ട് എല്ലാവരും എടുത്തു. പിന്നെ ഇതാ ചിക്കനും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാം.
അപ്പോൾ ഇതാ ഞാൻ 2 മക്കൾക്കും ഇല വെച്ച് അപ്പുറം എൻ്റെ അച്ഛനും വിനോദേട്ടനും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് വിളമ്പി കൊടുക്കലാന്നേ. നല്ല നാടൻ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പപ്പടവും സലാഡും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.